വർക്കിച്ചാലിന്റെ കെട്ടിയോളും എന്റെ കെട്ടിയോളും തമ്മിൽ ചാച്ചക്കാരാന്നറിയാലോ. അറിയാം. അത് ഓർത്തിട്ടെങ്കിലും ഞാൻ ഇവിടെ പറ്റി തന്നെ ഓർക്കാറില്ല. പിന്നെ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ദീപേട്ടന്റെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മൂവിയാണ് വോയിസ് ഓഫ് സത്യനാഥൻ. ആ മൂവിയിലെ സീനാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി. കാരണം നമുക്ക് കുറെ സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൂവിക്ക് കുറെ നല്ല നല്ല റെസ്പോൺസ് ആ സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് അല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഒരു ആവറേജ്, അതായത് എബോ ആവറേജ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയായിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. നമുക്കറിയാലോ റാഫിയുടെ പടമാണ്. എന്തായാലും ആ ഒരു നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും ദിലീപേട്ടന്റെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ആ സമയത്ത് ശരിക്കും കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ, പക്ഷെ എന്തുകൊണ്ടോ കാണാൻ പറ്റിയില്ല. കാരണം ഇവിടെ തിയേറ്റർ അവൈലബിലിറ്റി കുറവായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഫസ്റ്റ് ഇൻട്രോ സീൻ തൊട്ടിട്ട് നമുക്ക് സിനിമ ഫുൾ റിയാക്ട് ചെയ്യാം അല്ലെ? റെഡി അല്ലേ? ഫസ്റ്റിലോട്ട് പോവാം. ഓ, രാമലീല പോലെ ഏകദേശം ഫസ്റ്റ് കാണിക്കുന്നു. ദൈവം തമ്പുരാൻ ഓരോ സൃഷ്ടിയിലും ഒരു കുസൃതി ഒളിപ്പിച്ചു വെക്കുമെന്ന് പറയാം. ഇത് മറ്റേ ടീസറിൽ ഉണ്ടായ ഈ അടുത്ത കാലത്ത് മൂപ്പര് കാണിച്ച ഏറ്റവും വലിയ കുസൃതിയാണ് ഈ ഇരിക്കുന്ന ഞാൻ. ഈ സീനും കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഷോട്ടില് കോമഡി ഉണ്ട് ചെറുതായിട്ട്. ഈ യാത്ര വെറും യാത്ര അല്ലട്ടോ, വേണമെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ യാത്ര എന്നൊക്കെ പറയാം. അത് തുടങ്ങിയത് ഈ ഗ്രാമത്തിൽ നിന്നാണ്. ഇത് എന്റെ സ്വന്തം നാട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം സ്വന്തം നാട് വിടേണ്ടി വന്നപ്പോ ഏറ്റവും വില കുറവുള്ള സ്ഥലം തപ്പി തപ്പി ഇവിടെ എത്തിയതാ. ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വരാമോ? എന്താ ചേട്ടാ? ഈ വൈദ്യന്റെ വീട് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയിക്കോ. ആനപ്പറളം കഴിഞ്ഞാൽ വലത്തേക്ക് ഒരു തിരിവ്, അവിടെ നേരെ കിടന്നു. ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മാന്ത്രിക ശക്തിയുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്ന ഈ വൈദ്യരാണ്. ലോകത്തിലെ എല്ലാ അസുഖത്തിനും ഇദ്ദേഹത്തിന്റെ കയ്യിൽ മരുന്നുണ്ടെന്നാണ് വിശ്വാസം. വിഷമിക്കേണ്ടോ, എല്ലാ സുഖവും. പക്ഷെ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തെ കുറിച്ചല്ല, ഇദ്ദേഹത്തെ കുറിച്ചാണ്. തബല വർദ്ധിച്ച ഇതെന്റെ കെട്ടിയോളൂ സൂസൻ. ഈ ഇടയ്ക്ക് കയറിയവരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലീറ്റസ് ചെമ്പലിയൂർ. ഇവിടുന്നാണ് എല്ലാം തുടങ്ങിയത്. വർദ്ധിച്ചാൽ കലക്കണ്ടല്ലേ? എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തിരക്ക് നിങ്ങൾക്കൊക്കെ ഊഹിക്കാമല്ലോ. പൊതുപരിപാടികളോട് പൊതുപരിപാടികളാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരല്പം ധൃതിയുണ്ട്. ഈ തിരക്കിനിടയിലും ഞാൻ ഇവിടെ വരാൻ കാരണം കലാകാരനും നല്ല മനുഷ്യനും സർവോപരി എന്റെ സ്നേഹിതനുമായ വർക്കിച്ചന്റെ 60ാം ജന്മദിനാഘോഷമായതുകൊണ്ടാണ്. വർക്കിച്ചന്റെ പ്രിയപത്നി ത്രേസ്യക്കുട്ടി, മകൾ നീലക്കുട്ടി, ഇവർക്ക് രണ്ടുപേർക്കും ഈ മനുഷ്യൻ സെഞ്ചുറി അടിച്ച് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ നല്ല മനുഷ്യന്റെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിൽ നിന്ന് ഞാൻ വിടവാങ്ങുകയാണ്. ധൃതിയുണ്ട് പൊതുപരിപാടികളെ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ധൃതിയുണ്ട് പൊതുപരിപാടികൾ. ഓക്കെ. മോനെ നോക്കോട്ടെ, വിറ്റാണോ? മോനെ എലിവേഷൻ നോക്കിയേ. ഹലോ ഹലോ, സോഡ ഉണ്ട്. സോഡ വേണ്ട, പൊതുവരെ ഉണ്ട്. അങ്ങോട്ടാ. വിജയനെ കുറിച്ച് 2 വാക്ക് പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞാൻ എന്താ പറയാ ഉദ്ദേശിക്കണേന്നറിയോ? വർക്കിച്ചായൻ വലിയൊരു തബലിസ്റ്റ് ആണെന്നാണ് കേട്ടത്. പക്ഷേ തബലയിൽ കൈകൊട്ടിയാൽ തവളയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. പറയട്ടെ, ഇയാൾ മഹാചറ്റയാണ്. വെള്ളമടിച്ചു കഴിഞ്ഞാൽ കൂതറയാണ്, ഊളയാണ്. തീർക്കട്ടെ. ഇങ്ങനെയൊക്കെയാണ് ഞാനിവിടെ വന്നപ്പോൾ വർക്കിച്ചായനെ കുറിച്ച് നാട്ടുകാരെന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വർക്കിച്ചായനെ പോലെ നല്ലവനായ ഒരാൾ ഈ നാട്ടിലില്ലെന്ന്. ദൈവദൂതനാണ് വർക്കിച്ചൻ, ദൈവദൂതനാണെന്ന്. അതാണ് ട്വിസ്റ്റ്. ഇതാണ് പുതുമ. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ സംസാരിക്കാനായി അടുത്തതായി പേര് നിൽക്കുന്നവരുടെ ലിസ്റ്റിൽ നമ്മുടെ വർക്കിച്ചന്റെ അയൽവാസിയും ബന്ധുവുമായ ശ്രീ സത്യനാഥൻ നിങ്ങളോട് സംസാരിക്കുന്നു. എന്നാ തീർന്നു, ഉടനെ ഏർപ്പാടാകണം. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കാം.
എന്നാ വർക്കിച്ചായ നീ പെട്ടെന്ന് വണ്ടി എടുത്ത് നമ്മുടെ വേലത്തോടത്ത് പറഞ്ഞിട്ടേ അവിടെ സാധനം ഇരിപ്പുണ്ട് വേഗം കൊണ്ട് എടുത്തു. ശരി ബേഞ്ചിൽ. ഓക്കെ. അപ്പൊ കീയോ കീയൊന്നും വേണ്ട, ചുമ്മാ തല്ലേ ആയിക്കോട്ടെ. നഗരത്തിൽ ഇതല്ലേ പൊതുപരിപാടി? പൊതുപരിപാടിയായി ഇപ്പൊ. അത് പഴയ വൈബല്ലേ കുറച്ച് കിട്ടും. നീ കലകടാ. പ്രിയമുള്ളവരെ, എന്തോ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ആ വരണം. ഇന്ന് എല്ലാവരും സന്തോഷത്തിന്റെ നിറസാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ വർക്കിച്ചായന്റെ 60ാം പിറന്നാൾ ആഘോഷമാണ്. അതുകൊണ്ട് ഞാൻ 2 വാക്ക് പറയുകയാണ്. നീ പറടാ. സത്യം പറഞ്ഞാൽ വർക്കിച്ചായൻ വളരെ നല്ല തബലിസ്റ്റ് ആണെന്നാണ് വെപ്പ്. പക്ഷേ അദ്ദേഹം തബലയിൽ കൊട്ടിയ തവളയുടെ ശബ്ദമാണ് വരുന്നത്. അതുപോലെ വെള്ളമടിച്ചാലോ അയാൾ മഹാചെറ്റയാണ്, കൂതറയാണ്, ഊളയാണ്. ഞാനിവിടെ അയ്യോ കരണ്ട് പോയി. ഞാൻ പറഞ്ഞിരുന്നിട്ടില്ല. ബാക്കി ഞാൻ പറയാൻ ഉദ്ദേശിച്ചല്ല ഉദ്ദേശിച്ചത്. ഓ ഞാൻ പറയാൻ ഉദ്ദേശിച്ച് വന്നിട്ടില്ല. അതിന് ഇവിടെ കൊണ്ടുവന്ന് മോന്ത വെക്കാൻ ഒരു ജീപ്പട്ടി എടുത്തടാ. ആ മെഴുകിൽ ഒന്ന് കത്തിക്കട്ടെ. നിന്റെ കെട്ടാനാണെന്ന് സംസാരിച്ചതല്ലേടി ചേച്ചി? പുള്ളിക്കാരൻ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. വീട്ടത്തിൽ പുള്ളിക്കാരനൊരു പുതുമയ്ക്ക് വേണ്ടി അങ്ങനെ എന്തൊലൊക്കെയാണേലും അങ്ങേര് നല്ല കലിപ്പില്ല. ഇനി ഈ മുറ്റത്തൂടെ വഴി നടക്കാന്ന് കരുതട്ടെ. പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഞാൻ പൊതിഞ്ഞെടുത്തരാം, വീട്ടിൽ കൊണ്ട് കഴിച്ചു. ഇനി ഇവിടെ നിൽക്കണ്ട കേട്ടോ. ഓ അത്രയും അവര് ഭയങ്കര ക്ലോസ് ആണ്, അയൽവക്കക്കാരാണ്. എന്നാലും ചേച്ചി ഭക്ഷണം പൊതിഞ്ഞു തരാന്ന് പറഞ്ഞപ്പോ നിനക്ക് വാങ്ങിച്ചോണ്ടിരുന്നില്ലേ? ഇതിപ്പോ പട്ടിണിയില്ലേ? നല്ല ചൂട് വെള്ളയപ്പോ ഫിഷ് മോളിയും കരിമീൻ പൊളിച്ചതൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് പട്ടിണി എടുക്കാം. അതൊരു പുതുമയല്ലേ? ഓരോന്ന് ഒപ്പിച്ചു നിക്കണണ്ടില്ലേ? ഇനി ആ വർക്കിച്ചിനെങ്ങാനും മതി കെട്ടിയാലേ ആ പാമ്പും ചെയ്യുമ്പോഴോ തൊട്ടുകൂടെ പോണ്ടി വരും. അത് ആലോചിക്കുമ്പോഴോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലടി. ഇതിപ്പോ ഞാൻ രാവിലെ വർക്കിച്ചാനെ കണ്ട് 2 ഡയലോഗ് അടിക്കുന്നു, അതോടെ ഓ അവരുടെ മുറ്റത്തെ കൂടി പോകുന്നത്. അതെ, ഇനി പുതുമ വേണ്ട. വേണ്ട, കംപ്ലീറ്റ് പുതുമ നിർത്തി. ഇനി പഴയത് മാത്രം ഉണ്ടാക്കുന്ന ഞാൻ ഉച്ചക്കത്തെ ചോറ് കഞ്ഞിയാണ്. അതിലൊരു പുതുമയുണ്ടല്ലോ. അയ്യോ വൈദ്യുതി തൊട്ടാൽ തന്നെ പാതി അസുഖം ഭേദാവെന്നാണ് പറയണത്. അങ്ങനെ എല്ലാരും പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ബോധ്യായി. ഇപ്പൊ ഞാൻ വർക്കിച്ച മതിലെട്ടി പോകുന്നു. അതിലിട്ടാണ് കണ്ട പാട്ടിയും പൂച്ചയൊക്കെ എന്റെ പറമ്പിൽ കയറി ഇറങ്ങി നേരം കൂടെ ഇന്നലെ വെട്ടി തീർക്കണേ. നാളെ തന്നെ മതിൽ കെട്ടുണ്ടോ? ഒരു പ്രശ്നം തുടങ്ങിയല്ലേ? ഒന്ന് നിർത്തണോ? എന്തുകൂടെ കാണിക്കണേ? ഞാൻ വർക്കിച്ചാലും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ കുഴിക്കുക. നീ ഓടാമില്ലേ? എന്റെ പറമ്പിൽ ഞാൻ മതിൽ കെട്ടെ ശവക്കുഴി കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യും. എന്റെ വർക്കിച്ചാൽ ഞാൻ ഇന്നലെ പ്രസംഗിച്ചതിന്റെ ഇടയിൽ ഒരു ഉഗ്രൻ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ട്വിസ്റ്റാ? അതെന്നാ കണപ്പാടാ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിച്ചാലും ഞാൻ ദേവദൂതനെ പോലെ പൊക്കിയടിക്കാനുള്ള ഒരു പ്ലാനിങ് എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് നീ ഇന്നലെ അതൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, അതിന്റെ ഇടയിൽ അവിടുത്തെ ട്രാൻസ്ഫോമർ പെട്ടെന്ന് കറണ്ട് പോയത്. കറണ്ട് അല്ലടാ പോയത്, എന്റെ മാനമാടാ പോയത്. ഇനിയിപ്പൊ നീ അവന്മാരോട് എന്നിട്ട് മറ്റേ ക്നാപ്പ് എന്നടാ ട്വിസ്റ്റ് ട്വിസ്റ്റ് ആ അതാണെന്ന് പറഞ്ഞ അവന്മാര് വിശ്വസിക്കോ? എന്റെ വർക്കിച്ചായ ഞാൻ എങ്ങനെ സുസൻ ഒന്ന് കിടന്ന് ആ വർക്കിച്ചായന്റെ കെട്ടിയോളും എന്റെ കെട്ടിയോളും തമ്മിൽ ചാച്ചക്കാരാന്നറിയാലോ? അറിയാം. അത് ഓർത്തിട്ടെങ്കിലും ഞാൻ ഇവിടെ പറ്റി തന്നെ ഓർക്കാറില്ല. പിന്നെ കൊടുക്കട്ടെ, എന്നിട്ട് നിനക്കുള്ളത് തരാം. വർക്കിച്ചായ എന്നാ മോനെ? വർക്കിച്ചായ ഇതെങ്ങനെയാണ് കെട്ടിപ്പൊക്കി കഴിച്ച് ഞങ്ങൾ എങ്ങനെ ഇതിനോട് വഴി നടക്കണത്? ആ അത് ഞാൻ നിനക്ക് ആധാരത്തിന് വഴിയൊന്നും കിട്ടിയോ? അത് നടന്നാ മതി. വർക്കിച്ചായ ആ തോട് വഴി പോയി കഴിഞ്ഞ ഫുൾ പാമ്പുകളാ. ഓ നിന്നെക്കാളും പറ്റുള്ള പാമ്പൊന്നും അതിലില്ലടാ. എന്തൊരു കഷ്ടമുള്ളത്. ഞാൻ അങ്ങോട്ട് എന്റെ പറമ്പിൽ കത്തിച്ച് കൊന്നു. ക്ഷമിക്കാതിരുന്നിട്ട് തോന്നിയ ദിവസം കാണിക്കരുത്. എന്ത് തോന്നിയ ദിവസം? എന്റെ ജീവനെ വിളിച്ചോണ്ട് കയറിപ്പോ. അതെന്നാ വർത്താനാ ചേച്ചി? ചേച്ചി പറഞ്ഞല്ലേ ഈ വീട് മേടിച്ചിട്ട് വഴി ഉപയോഗിക്കാതെ? ആ അന്നവൻ ഈജാതി വർത്താനൊന്നും പറഞ്ഞിട്ടില്ല. ഊളേന്ന് ചെറ്റേന് തവളേന്നൊന്നും പറഞ്ഞിട്ടില്ലോടി. അതൊരു പുതുമയ്ക്ക് വേണ്ടി. പുതുമയ്ക്ക് വേണ്ടി നിന്റെ അപ്പനെ പോയി വിളിയടി. എന്റെ കെട്ടോട്ട് അപ്പനെ വിളിച്ചോണ്ടല്ലോ. വിളിച്ചറിയ എന്നാ കഴിയൂടാ? ഞാൻ നിങ്ങളെ കെട്ടോട്ട് അപ്പനെ വിളിക്കും. ചൊട ഉണ്ടെങ്കിൽ വിളിക്കടാ. ചേച്ചിയുടെ അപ്പന്റെ വേണ്ട. അന്തസ്സായിട്ട് അപ്പനെ വിളിക്കാൻ പോലും അറിഞ്ഞൂടല്ലടാ ഊളെ നിനക്ക്. അതെനിക്ക് മര്യാദ ഉള്ളതുകൊണ്ടാ. ഓ മര്യാദ. അപ്പൊ എനിക്കല്ലടാ മര്യാദ ഇല്ലയോ? എനിക്ക് മര്യാദ ഇല്ല. ഒരു
മുടിയില്ല. ഇവരെയൊന്ന് കൊല്ലും ഞാൻ. കുത്തി കളിക്കാൻ മുടിയില്ല. അയാൾക്ക് ഭ്രാന്താണ്. ഭ്രാന്താ. അപ്പനാണ് അവന്റെ. ആർക്കിച്ചനോടാണ് അവന്റെ കളി. ഇതാണ് ദൈവമേ, അതാണത് വഴിയെന്ന് പറഞ്ഞു. പാമ്പുകളല്ലേ ആണ്. പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. ഇന്ന് രണ്ടിലൊന്നും അറിയാം. അർക്കിസിന്റെ മുകളിൽ തലതൊട്ടപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് ആ വഴിക്ക് നിന്ന് നടക്കുന്നു വിചാരിക്കുന്നു. അത് ശരിയാണല്ലോ. പിന്നെ ഞാനിത് എന്ത് തേങ്ങ കൊണ്ടിറങ്ങുന്നത്? ഇനിയിപ്പോ എന്താ ചെയ്യാ? വഴി സംഭവമാണ്. എന്റെ ഒരു വേറൊരു പണിയുണ്ട്. അങ്ങേര് തലതോടോ കാലോടോ എന്തോടും ചെയ്യട്ടെ. എന്റെ വായിൽ നാവുണ്ടല്ലോ, എനിക്കറിയാം. അതായിട്ട് പേടി. ഏ? അല്ല, സൂക്ഷിച്ചു പോണേ. കരയിൽ നിന്ന് കെട്ടിയോട് സൂക്ഷിച്ചു പോണേ. ഞാൻ ദാ കടലിലേക്ക് പോകണം. അല്ല, ഞാൻ ഇന്നലെ അവിടെ ഒരു പാമ്പിനെ കണ്ടു. അയ്യോ, നോക്കി. വഴിയില്ലേ? ഒന്ന് പേടി നീന്തി പോണോ? കമ്പ് കുത്തിപ്പോണം. നല്ല ഷോട്ട് കാണിച്ചത് ഫ്രെയിം. കയ്യിലിടാം. അപ്പൊ വൈകുന്നേരം ഒറ്റ ഷോട്ടാ കാണിച്ചത് അവിടെ നിന്ന് ആദ്യം. നോക്കിപ്പോ. പാമ്പുകൾക്ക് മാളമുണ്ട്. അയ്യോ, ഇപ്പൊ പോണു. അങ്ങനെ പോണോ? ഈ വഴി പോകുന്നത് സൈഡ് തന്നെ. പാമ്പുകൾക്ക് മാളമുണ്ട്, അങ്ങോട്ട് പോയിക്കോന്നു. എന്നിട്ട് ആ റോഡ് കാണാൻ പറ്റില്ല. വൈകുന്നേരം എടുക്കാം. പിന്നെ പോണെങ്കിൽ അങ്ങനെ പോണല്ലേ? വൈകുന്നേരം എടുക്കാം, കമ്പാട വെച്ച്. ചന്ദ്ര, ചന്ദ്രു, 3-4 ദിവസമായാലും നീ ആയിരുന്നു പണിയാൻ തുടങ്ങിയിട്ട്. സംഭവം കിടക്കൂലേ? 10 കൊല്ലം പഴക്കൊണ്ട് പുതിയതാക്കാൻ കുറച്ച് പാടാ. പുതിയതാക്കാനോ? ഓ, പഴയ സാധനങ്ങള്. എന്തോ എന്റെ ദിനേശ, താൻ ഇവരോടൊന്നും പറഞ്ഞു കൊടുത്തില്ലേ? പുതിയതാക്കല്ല, പഴയതാക്കാണ് വേണ്ടത്. ഒരു 10-150 കൊല്ലമെങ്കിലും പഴക്കം വേണം. ഞാനിതൊക്കെ അവര് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടാണോ? എന്റെ ചന്ദ്ര, 20 കൊല്ലം പഴക്കമുള്ള ഈ സാധനത്തിന് ഒരു 150 കൊല്ലം പഴക്കമാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 130 കൊല്ലം വെയിറ്റ് ചെയ്യേ. കണക്കിൽ മിടുക്കനാണല്ലേ? ചിലപ്പോ മിടുക്കൻ നിങ്ങോട് വന്ന് ഇത് മറ്റേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇല്ല. ഈ അല്ല, സാധനം മഹേഷിനോട് പറയും. ആ, ഇതാണ് ആസിഡ്. ആസിഡോ? അതെ. ആ, ദാ, ഇനി ഇത് കണ്ടോ, കരിമരുന്ന്. ശ്രദ്ധിച്ചോളൂ, പുതിയൊരു ഫർണിച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതേ ഒരു കരിമരുന്ന് പ്രയോഗം. കത്തിച്ച് കളിയല്ലേ? എടോ, ഒരു കരിവാളിപ്പ് ഒന്ന് താളിക്കുക. പിന്നെ ഈ താളിക്കുക. ഗ്ലാസിന്റെ സാധനങ്ങൾ എടുത്ത് ആസിഡിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചലക്കിയേക്ക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞൊന്ന് ഫിനിഷ് ചെയ്താണ്ടല്ലോ, പഴയ ഫർണിച്ചറായി അങ്ങോട്ട് മാറും. അതാണ് പുരാവസ്ഥ. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായി? ഉടായിപ്പല്ലേ? ഉടായിപ്പല്ലേ? പറ്റില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിട്ട് നീ ഒരു 130 കൊല്ലം കഴിഞ്ഞിട്ട് വാ. പറ്റും. പറ്റില്ല. നിന്റെ പണി ആ ദിനേശ കുപ്പിച്ചിരി കൊടുത്തില്ലേ? 2 ചാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ, അതിൽ നിന്ന് നല്ല കളർഫുൾ ചില്ലെടുത്ത് കുറച്ച് ഉടായിപ്പ് സംഭവങ്ങളാ ചെയ്യുന്നത്. ആ ഫർണിച്ചറിലാണ് ചാർത്ത്. അതിനൊരു കലയുണ്ടാവും, എന്നാലേ പ്രൗഢ ഗംഭീരാവുള്ളൂ. നീ ഇവിടുത്തെ കുട്ടികൾക്കൊന്നും പുറത്തേന്ന് പറഞ്ഞു കൊടുക്കരുത്. ഇതാണ് ഏർപ്പാടെങ്കിൽ ആരും പറയേണ്ടത് നാട്ടുകാർ അറിയുള്ളൂ. പത്രത്തിൽ ലീവിലൊക്കെ വരുമല്ലോ. ഓ, ശരിക്കും നല്ലൊരു തുടക്കം. അതായത് ഒരു നോർമൽ ഫീൽ ഗുഡ് ഫിലിം ഇല്ലേ, ആ ഒരു ഫീലിൽ തന്നെ തുടങ്ങിയേക്കണേ. പ്രത്യേകിച്ച് ആ ഒരു പ്രശ്നങ്ങളൊക്കെ കാണിച്ചതും ചെറിയ പ്രശ്നം കേട്ടോ, ചെറിയ പ്രശ്നത്തിന് അങ്ങനെ അല്ലെ? കാരണം വെച്ചാൽ നാട്ടിലൊക്കെ അങ്ങനെയല്ലേ, ചെറിയൊരു പ്രശ്നത്തിന് വരെയാണ് അത് വലിയൊരു സംഭവമായിട്ട് മാറുന്നത്. അപ്പൊ ആ ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു വഴി പ്രശ്നം തന്നെയാണ് തോന്നുന്നത് മെയിൻ ആയിട്ട് വരാൻ പോകുന്നത് അല്ലെ. എവിടെ കട്ട് ചെയ്യണം എന്നുള്ള നമ്മളും കൺഫ്യൂസ്ഡ് ആയിരുന്നു, കാരണം അങ്ങനെ കണ്ടുപോകായിരുന്നു അല്ലെ. കാരണം വെച്ചാൽ അവരുടെ മുറ്റത്തേക്ക് നടക്കാൻ അത് മാത്രല്ല, സിദ്ദിഖിന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു ഭയങ്കര. അതായത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് സംഭവം ഉള്ളത്. പക്ഷെ ഫസ്റ്റത്തെ സീനിൽ കംപ്ലീറ്റ്ലി ആ ഒരു ഗ്രിപ്പ് കിട്ടിയെന്ന് വെച്ചാൽ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ചെറുതായിട്ടല്ലേ, ചെറുതായിട്ട് എവിടെയോ ഒരു ഇതില്ലേ. ചിലപ്പോ ഇനി അങ്ങോട്ടുള്ള സീനുകൾ ഒരു ഫോർമാറ്റ്, പഴയ ഒരു ഫോർമാറ്റ് ഉണ്ട്, പുതിയ ഫോർമാറ്റ് ഉണ്ട്, രണ്ടും കൂടി മിക്സ് ആണ് ശരിക്കും. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ചില സീനിലൊക്കെ എന്താ പറയാ, പഴയ ഫോർമാറ്റ് ആണെങ്കിലും നമുക്ക് ആ ഒരു പുതുമ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി വരുന്ന സീനിലാണ് നമുക്ക് അറിയേണ്ടത്. ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു സംഭവം നന്നായിട്ട് കാണിക്കുന്നത്. ക്യാരക്ടർ എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നു. പിന്നെ അതുപോലെ തന്നെ ആ ഒരു വഴിയും സംഭവങ്ങളും പിന്നെ പാമ്പിനെയൊക്കെ പോകുന്ന ആ ഒരു ഷോട്ട് ഗംഭീരായിരുന്നു കേട്ടോ. അതായത് ആ ഒരു അല്ലെ നല്ല രസം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടുത്ത സീന് വേണ്ടിട്ട് നമുക്ക് കാത്തിരിക്കുകയാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നല്ല വരുന്നതായിരിക്കും. ബൈ ബൈ.